ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. The Redeeming Christ through the books of Ruth and Esther. വീണ്ടെടുക്കുന്ന ക്രിസ്തു റൂത്ത് എസ്തേർ പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകമാണ് ഈ വർഷത്തെ മർത്തമറിയം വനിതാ സമാജം കേന്ദ്ര പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് ടു ബോസ് ദ റിഡീമർ, ബോസ് എന്ന വീണ്ടെടുപ്പുകാരനിലേക്ക് എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ അധ്യായം ടെക്സ്റ്റ് ബുക്കിലെ. അതായിരുന്നു നമ്മുടെ പഠനഭാഗം. ഇന്നത്തെ ഈ ഒരു ക്ലാസ് ആ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തൊക്കെയായിരുന്നു ആ മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് എന്നൊന്ന് റീകളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എന്താണ് ഒന്നാമതായിട്ട് നവമി രൂത്തിനൊരു വിശ്രാമ സ്ഥലത്തിന് വേണ്ടി ഒരുക്കുന്നതായിട്ടുള്ള പദ്ധതികൾ, ഒരു പ്ലാനിങ്ങും സ്ട്രാറ്റജിയും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് റൂത്ത് അനുസരണത്തോടുകൂടി നടത്തുന്നതായിട്ടുള്ള ഇതിന്റെ ഒരു എക്സിക്യൂഷൻ, അതാണ് മെതിക്കളത്തിലെ സംഭവങ്ങളായിട്ട് നമ്മൾ കണ്ടത്. ഏറ്റവും അവസാന ഭാഗത്ത് ഇതിനൊക്കെയുള്ള ബോസിന്റെ ദൈവീക പ്രതികരണം, ഡിവൈൻ റെസ്പോൺസ് ഓഫ് ബോസ്, ഇതാണ് ഈ ഒരു അധ്യായത്തിന്റെ ഉള്ളടക്കത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ. ചെറിയ ഒരു ചാപ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഞാൻ നോട്ട് ഡൗൺ ചെയ്തിട്ടുള്ളൂ. നോക്കാം. ഒന്നാമതായിട്ട്, വാട്ട് ഇസ് ഡിസ്ക്രൈബ്ഡ് ഇൻ റൂത്ത് 3 verse 1 to 5? റൂത്ത് 3:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് വിവരിച്ചിരിക്കുന്നത്? ബേത്ലഹേമിൽ തിരികെ വന്നിരിക്കുന്ന നവമി രൂത്തിന് ഒരു യഥാർത്ഥ വിശ്രാമ സ്ഥലവും അവളുടെ രക്ഷയും വീണ്ടെടുപ്പും ഉറപ്പുവരുത്തുന്നതായിട്ടുള്ള ഒരു വിശ്രാമ സ്ഥലം കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള നവമിയുടെ പ്രവർത്തനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഈ ആഗ്രഹമാണ് റൂത്ത് നവമിയോട് വെളിപ്പെടുത്തുന്നത്. എന്താണ്? ആഫ്റ്റർ നവമീസ് ആൻഡ് റൂത്ത്സ് റിട്ടേൺ ടു ബേത്ലഹേം, ഷി വാസ് ട്രൈയിങ് ടു ലൊക്കേറ്റ് എ ട്രൂ ഹോം ഫോർ ഹർ ഡോട്ടർ ഇൻ ലോ, എൻഷുറിംഗ് ഹർ റെസ്ക്യൂ ആൻഡ് റിഡംപ്ഷൻ. In verses 1 to 5 of chapter 3, it is this wish that Naomi conveys to Ruth. ഇനി, what is the change seen in Naomi in chapter 3? 3-ാം അധ്യായത്തിൽ നവമിയിൽ കാണുന്ന മാറ്റം എന്താണ്? നല്ല ഒരു മാറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കും. 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ റൂത്തിനും ഓർപ്പായിക്കും താന്റെ ഭർത്താവിന്റെ വീട്ടിൽ പോയി വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് ആശംസിച്ച നവമി ബേത്ലഹേമിൽ തിരികെ വന്നപ്പോൾ മോവാബ്യ വയലുകളിലേക്ക് തിരിഞ്ഞു നോക്കാതെ യഥാർത്ഥ വിശ്രാമ സ്ഥലം തന്റെ മരുമകൾക്ക് വേണ്ടി തിരഞ്ഞു കണ്ടെത്തി അവളുടെ രക്ഷയും വീണ്ടെടുപ്പും ഉറപ്പുവരുത്തുകയാണ്. ഈ ഒരു മാറ്റമാണ് നമുക്ക് നവമിയിൽ കാണാൻ സാധിക്കുന്നത്. എന്താണ്? We see a positive transformation in Naomi, who blessed Ruth and Orpah, saying, "May the Lord grant that each of you will find rest in the home of another husband." After her return in Bethlehem, does not look back to the fields of Moab, but is locating a true home for her daughter-in-law and is also ensuring her rescue and redemption. ഇതാണ് നമുക്ക് നവമിയിൽ കാണുന്നതായിട്ടുള്ള മാറ്റം. ഇനി, what is the idea or major idea of chapter 3? 3-ാം അധ്യായത്തിന്റെ പ്രധാന ആശയം എന്താണ്? Seeking a safe and secure shelter for Ruth. റൂത്തിന് സുരക്ഷിതമായ ഒരു വിശ്രാമ സ്ഥലം ഒരുക്കുക എന്നുള്ളതാണ് 3-ാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട ആശയം. ഇനി, what does it mean by winnowing? പാറ്റുക അല്ലെങ്കിൽ തൂറ്റുക എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മെതി കഴിഞ്ഞാൽ യവത്തിൽ നിന്ന് പതിർ നീക്കേണ്ടതിന് ധാന്യം തൂറ്റേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ധാന്യം പാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് അവിടെ അർത്ഥം? ഇംഗ്ലീഷിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, വിന്നോയിങ്, ആഫ്റ്റർ ത്രഷിംഗ് the grain must be winnowed to remove the chaff. അതായത് കതിരിൽ നിന്ന് പതിർ നീക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് പാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് winnowing means to cause a current of air to blow through the grain to blow away the chaff. അതായത് ഒരു കാറ്റിൽ പറത്തിയുള്ള ഒരു വേർതിരിക്കൽ എന്നുള്ളതാണ് പാറ്റുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി, what is winnowing in the context of a believer? ഒരു വിശ്വാസിയുടെ പശ്ചാത്തലത്തിൽ പാറ്റുക എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പരിശുദ്ധ മാമോദീസ സ്വീകരിച്ച വിശ്വാസികളായ നമ്മളെ നമ്മുടെ ജീവിതത്തിൽ പാറ്റുന്നതിന് 2 വ്യക്തികളുണ്ട്. ആരൊക്കെയാണ്? 1 സാത്താനും, 2 ക്രിസ്തുവും. സാത്താൻ എന്ത് ചെയ്യുന്നു?
ഗോതമ്പ് മണിയെ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കതിരനെ നശിപ്പിച്ചുകൊണ്ട് പതിർ സൂക്ഷിക്കുവാൻ, ഈ പുറമോടികളും അല്ലെങ്കിൽ നമ്മുടെ തിന്മയും ഒക്കെ സൂക്ഷിക്കാനാണ് സാത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ ആഗ്രഹമോ ഗോതമ്പ് മണിയെ, അതായത് നമ്മളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പതിരിന്റെ ഒരു ചെറു കണിക പോലും അവിടെ ഉണ്ടായിരിക്കാൻ പാടില്ല. കാരണം പതിരിന് യാതൊരു വിലയുമില്ല എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ ആഗ്രഹം എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഏതാണ്? ഓൾ ഓഫ് us believers, നമ്മളെല്ലാം we are baptized. There are two people who we know us. One is Satan and the other is the Lord. Satan tries to destroy the grains and preserve the chaff. Christ desires to protect the grain, meaning to shield us. Christ desires that not one little bit of chaff should remain, because chaff is of no value. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പാറ്റുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. What is the exhortation given to us by the winnowing by wind in the threshing field? അതായത് കാറ്റ് വീശുമ്പോൾ ഉടയവൻ പാറ്റാൻ ഇറങ്ങുന്നു എന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഉദ്ബോധനം എന്താണ്? കാറ്റ് വീശുമ്പോൾ ഉടയവൻ പാറ്റാൻ ഇറങ്ങുന്ന പതിവുണ്ട്. കാറ്റ് പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മ നിറവിൽ പതിരിനെ മാറ്റി നല്ലതിനെ സംരക്ഷിക്കുവാനുള്ള ആഹ്വാനമാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. എന്താണ്? It is a customary for the master to set out when the wind starts to blow, to separate the worthless chaff and to preserve the valuable grain. The wind is a symbol of the Holy Spirit. So it is important to understand that it is an exhortation to remove the chaff and to preserve what is good in the fullness of Holy Spirit എന്നുള്ളതാണ്. ഇനി what does a shelter indicate? വിശ്രാമസ്ഥലം എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വിശ്രാമസ്ഥലം എന്നത് വിവാഹം കഴിഞ്ഞ് ലഭിക്കുന്ന സുരക്ഷിതത്വത്തെ കൂടി സൂചിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് അവിടെ കാണുന്നത്. A shelter also indicates the protection that is received after marriage. ഇനി what shows Ruth has no objection to accepting Boaz as her husband? ബോവസിനെ ഭർത്താവായി സ്വീകരിക്കുന്നതിൽ രൂത്തിന് എതിർപ്പില്ല എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇവിടെ രൂത്ത് നവോമിയുടെ നിർദ്ദേശം അനുസരിക്കുന്നതിലൂടെ ബോവസിനെ തന്റെ ഭർത്താവായി സ്വീകരിക്കുന്നതിന് തനിക്ക് വിരോധമില്ല എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. Here in obeying Naomi's directions, Ruth is indicating that she has no objection to accepting Boaz as her husband. ഇനിയും രണ്ടാമതായിട്ട്, ഞാൻ നിന്റെ ദാസിയായ രൂത്ത്, നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടേണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് പറയുന്ന എന്ന രൂത്തിന്റെ അപേക്ഷ, അത് വിവാഹത്തിനുള്ള അവളുടെ സമ്മതം, കൺസെന്റ് ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. I am your servant Ruth, spread the corner of your garment over me, since you are a redeemer of our family, shows the consent of Ruth for this marriage. ഇനി how did Boaz react to the events in the threshing field? മെതിക്കളത്തിലെ സംഭവങ്ങളോട് ബോവസ് എങ്ങനെ പ്രതികരിക്കുന്നു? എങ്ങനെയാണ്? ദൈവികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നാമതായിട്ട് ബോവസ് ചെയ്യുന്നത് എന്താണ്? അവൻ രൂത്തിനെ അനുഗ്രഹിക്കുന്നു. ഹി ബ്ലെസ്സസ് റൂത്ത്. രണ്ട്, തന്നിലുള്ള സന്മാർഗിക ബോധം ഉറപ്പിച്ചുകൊണ്ട് നിയമങ്ങൾ പാലിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശ ശുദ്ധി ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു, ആവർത്തന പുസ്തകം 25-ാം അധ്യായം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമം കാണാൻ സാധിക്കും. തന്നേക്കാൾ അടുത്ത ഒരു ചാർച്ചക്കാരൻ രൂത്തിനുണ്ട് എന്ന് മനസ്സിലാക്കി ആ ചാർച്ചക്കാരനിലൂടെ ആദ്യം വീണ്ടെടുപ്പ് നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുവാൻ തക്കവണ്ണം നിയമം പാലിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് ബോവസ് നോക്കുകയാണ്. At the same time, he promised Ruth that he himself will redeem her if their close relative is not ready to do so. അതായത് ഒരു രൂത്തിന് അതോടൊപ്പം തന്നെ ഒരു ഉറപ്പ് നൽകുകയാണ്, ആ ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ അവളുടെ വീണ്ടെടുപ്പ് നിർവഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ താൻ അത് എടുത്ത് നടത്തിക്കൊള്ളും എന്നുള്ള ഒരു ഉറപ്പ് അവിടെ നൽകുകയാണ്. മൂന്നാമതായിട്ട് എന്താണ്? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും 6 ഇടങ്ങഴി യവം സമ്മാനമായിട്ട്, നവോമിക്കുള്ള സമ്മാനമായിട്ട് രൂത്തിന്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. ബോവസ് സെൻഡ്സ് റൂത്ത് ഓഫ് വിത്ത് 6 measures of barley as a gift to Naomi. ഈ യവത്തിന്റെ സമ്മാനത്തെ പറ്റി എന്താണ്? രൂത്തിന്റെ വീണ്ടെടുപ്പ് നടക്കും എന്നുള്ളതിന്റെ വാഗ്ദാനമാണ് എന്നൊക്കെ ചേർത്ത് അവിടെ എഴുതാൻ സാധിക്കും. ഇനി വാട്ട് ഇസ് എ ഗിഫ്റ്റ് ഓഫ് ബാർലി മെന്റ്? യവത്തിന്റെ സമ്മാനം എന്തിന്റെ വാഗ്ദാനമാണ്? ഈ യവത്തിന്റെ സമ്മാനം എന്നത് രൂത്തിന്റെ വീണ്ടെടുപ്പ് നടക്കും എന്നുള്ള വാഗ്ദാനമാണ്. ദ ഗിഫ്റ്റ് ഓഫ് barley is a promise that redemption of Ruth is assured എന്നുള്ളതാണ്.
വാട്ട് ഡസ് ദ 6 മെഷേഴ്സ് ഓഫ് ബാർലി ഇൻഡിക്കേറ്റ്? 6 ഇടങ്ങഴി യവം എന്നുള്ളത് കൊണ്ട് അതിന്റെ അടയാളമാണ് അത് കാണിക്കുന്നത്. 6 എന്നുള്ളത് പഴയ നിയമ രീതികൾ അനുസരിച്ച് അപൂർണമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ പൂർണ്ണമാകാത്തത്, ഇൻകംപ്ലീറ്റ് എന്നുള്ളതിന്റെ സൂചനയാണ് 6 എന്നുള്ളത്. ഇത് രൂത്തിന്റെ വീണ്ടെടുപ്പിലൂടെ ഇത് പൂർണ്ണമാകും എന്നുള്ള ഒരു അടയാളമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. The number 6 indicates incomplete or unfulfilled state which gets complete or fulfilled through redemption. ഇത്രയും ചോദ്യങ്ങളെ ഈ ഒരു ചെറിയൊരു ചാപ്റ്ററാണ്, അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത് എഴുതിയിട്ടുള്ളൂ. കൂടുതലായിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും വൺ വേർഡ് ആൻസേഴ്സും ഒക്കെ കാണാൻ സാധിക്കും. അതൊരു ഹോംവർക്കായിട്ട് ഇരുന്ന് നോക്കി കണ്ടുപിടിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് സഹായങ്ങൾ മാത്രം ചെയ്യുക. ഇത്രയുമേ ഉള്ളൂ ഈ ഒരു ക്ലാസ്. ചെറിയ ക്ലാസ് ആണ്. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.